ഹലോ, കഴിഞ്ഞ വീഡിയോയിൽ ഫീഡിങ്ങിനെ പറ്റി നമ്മൾ പഠിച്ചു. അപ്പോൾ കറക്റ്റായിട്ട് 4 ആഴ്ച ഫീഡിങ് കൊടുക്കുമ്പോൾ നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ ഡിവിഷൻ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് കോളനികളെത്തും. ശരിക്കും ഡിവിഷൻ ചെയ്യുക, പിരിക്കുക, സ്പ്ലിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് 3 ചോദ്യങ്ങളാണ് കടന്നു വരുന്നത്. എന്തിനാണ് പിരിക്കുന്നത്, എപ്പോൾ പിരിക്കണം, എങ്ങനെ പിരിക്കണം? അപ്പോൾ ഈ 3 ചോദ്യങ്ങളിലുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് കടക്കാം. ശരിക്കും എന്തിനാണ് തേനീച്ച കോളനികൾ പിരിക്കുന്നത്? തേനീച്ചകൾ സ്വയം പിരിഞ്ഞു പോകും. അത് അവരുടെ വംശം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രകൃതി നിയമം കൂടിയാണ്. പക്ഷേ ഒരു തേനീച്ച കർഷകൻ പിരിക്കുന്നത് കൂടുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. 1 2 ആക്കാനും, 5 10 ആക്കാനും, 50 100 ആക്കാനും. അപ്പോൾ ഈ കോളനികളുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ ആ കോളനിയിൽ നിന്നൊക്കെ നമുക്ക് തേൻ ലഭിക്കും. രണ്ടാമത്തെ ചോദ്യമാണ്, എപ്പോഴാണ് തേനീച്ച കോളനികൾ പിരിക്കേണ്ടത്? നമുക്ക് എപ്പോൾ വേണമെങ്കിലും കോളനികൾ പിരിക്കാം, പക്ഷേ സക്സസ് റേറ്റ് കുറയും. ശരിക്കും വളർച്ചാ കാലങ്ങളിൽ വേണം കൂടുകൾ പിരിക്കാനായിട്ട്. മഴ മാറി അറ്റ്മോസ്ഫിയറൊക്കെ, അന്തരീക്ഷം ക്ലിയർ ആയ ശേഷം വേണം നമുക്ക് പിരിക്കാനായിട്ട്. പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് പിരിക്കാനായോ എന്ന്. അത് നിങ്ങളുടെ കാലാവസ്ഥ നോക്കി പിരിക്കുക. നിങ്ങളുടെ കാലാവസ്ഥ, അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണോ അത് നോക്കി പിരിക്കുക. പിരിക്കുന്ന കോളനിക്ക് നല്ല സ്ട്രെങ്ത് വേണം. 6 അടയും നിറഞ്ഞ് ടോപ്പിലേക്ക് ഈച്ച കയറി നിൽക്കണം, എന്നാലേ നമുക്ക് പിരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഡിവിഷൻ കഴിഞ്ഞ് 1 കിലോമീറ്ററോ 2 കിലോമീറ്ററോ അപ്പുറം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ലൊക്കേഷൻ കൂടി, ഒരു സ്ഥലം കൂടി നമുക്ക് അത്യാവശ്യമായിട്ട് വേണം. അപ്പോൾ മൂന്നാമത്തെ ചോദ്യമാണ്, ഒരു കോളനി എങ്ങനെയാണ് പിരിക്കേണ്ടതെന്ന്. അപ്പോൾ എല്ലാ കോളനികളും നമുക്ക് പിരിക്കാൻ പറ്റില്ല. ഞാൻ ഈ കോളനി സെലക്ട് ചെയ്യാനുള്ള കാര്യം, കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് നോക്കിയിട്ട് വേണം. ആ കൂട്ടിൽ എത്രത്തോളം തേൻ നമുക്ക് കിട്ടി, കഴിഞ്ഞ വർഷം എത്രത്തോളം നമുക്ക് തേൻ കിട്ടി എന്നനുസരിച്ച് വേണം കോളനി പിരിക്കാനായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ വർഷം നല്ലൊരു തേൻ കിട്ടിയൊരു കോളനിയാണ് ഈ കോളനി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കോളനിയെ സംബന്ധിച്ചിടത്തോളം ഈ കോളനി തുറക്കുകയാണ്. ഈ കോളനിയിൽ 6 ഫ്രെയിമും നിറഞ്ഞിട്ടുണ്ട് ഈ കോളനിയിൽ. പിന്നെ അതേപോലെ ടോപ്പിലേക്കും ഈച്ച കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോളനി എങ്ങനെ വേണം ശരിക്കും. ഇതിൽ ഡ്രോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആയാലേ നമുക്ക് പിരിക്കാൻ 100% സക്സസ് റേറ്റ് പറയാൻ പറ്റുള്ളൂ. പിരിക്കാനായിട്ട് നമുക്ക് ഈ കോളനി 1 ഫ്രെയിം വെച്ച് പിരിക്കാം, 2 ഫ്രെയിം വെച്ച് പിരിക്കാം, 3 ഫ്രെയിമൊക്കെ വെച്ച് പിരിക്കാം. അപ്പോൾ ഞാൻ പിരിക്കുന്നത് ഏറ്റവും നല്ലത് 3 ഫ്രെയിം വെച്ച് പിരിക്കുന്നതാണ്. പിരിക്കാനായി തുടങ്ങുമ്പോൾ നമുക്ക് 2 രീതിയിൽ നമുക്ക് പിരിക്കാം. ഒന്ന് സയൻറ്റിഫിക് ഡിവിഷനും മറ്റൊന്ന് ബ്ലൈൻഡ് ഡിവിഷനും. ഞാൻ ചെയ്യുന്നത് സയൻറ്റിഫിക് ഡിവിഷനാണ്. അപ്പോൾ സയൻറ്റിഫിക് ഡിവിഷൻ ചെയ്യുമ്പോഴാണ് സക്സസ് റേറ്റ് കൂടുള്ളൂ. ബ്ലൈൻഡ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ റാണിയെ കാണാണ്ട് പിരിക്കലാണ്. റാണിയെ കുറേ പേർക്ക് കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ റാണിയെ കാണാണ്ട് പിരിക്കലാണ് ബ്ലൈൻഡ് ഡിവിഷൻ. സയൻറ്റിഫിക് ഡിവിഷൻ എന്ന് പറയുമ്പോൾ റാണിയെ കണ്ട് പിരിക്കുക, അതാണ് സക്സസ് റേറ്റ് കൂടുള്ളൂ. അപ്പോൾ ഈ കോളനി നമുക്കൊന്ന് പിരിച്ചു നോക്കാം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഈ കോളനി പിരിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പിരിക്കാനായിട്ട് വേണ്ടത് ഇതേപോലത്തെ ഒരു കാലി ബോക്സ് നമുക്ക് വേണം. 6 ഫ്രെയിമും കാലിയുള്ള ഒരു ബോക്സ് വേണം. എന്നിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്യുക, 3 ഈ കാലി ഫ്രെയിം എടുത്ത് മാറ്റി വെക്കുക, ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ബാക്കി 3 ഇപ്പോൾ 3 ഫ്രെയിം അതിൽ കാലിയുള്ളൂ. അങ്ങനെ വേണം നമ്മൾ പിരിക്കാനായിട്ട്. എന്നിട്ട് ഈ ടോപ്പ് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ആദ്യത്തെ ജോലി റാണിയെ തപ്പലാണ്. ഈ 6 ഫ്രെയിമുള്ള ഈ കോളനിയിൽ റാണിയെ തപ്പലാണ് നമുക്ക് ആദ്യത്തെ ജോലി. അപ്പോൾ ഒന്ന് നോക്കാം. എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഫസ്റ്റ് അടയും 6ാമത്തെ അടയും ഒരു കൂട്ടിൽ വരാൻ പാടില്ല എന്ന്. അപ്പോൾ നമ്മൾ അടകൾ അറേഞ്ച് ചെയ്യുക ഇടത്തുനിന്ന് വലത്തോട്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് കെട്ടിയ അടകൾ കറുത്ത അടകളായിരിക്കും. അതിൽ പിന്നെ റാണി മുട്ട ഇടൽ കമ്മിയായിരിക്കും. അപ്പോൾ അതിൽ തേന് പൂമ്പൊടി ആയിരിക്കും കൂടുതൽ, പിന്നെ ഡ്രോൺസിൻ്റെ സെല്ലൊക്കെ. അപ്പോൾ 6ാമത്തെ അടയിലും പുതിയ അടയായിരിക്കും, അതിലും ഡ്രോൺ സെല്ലായിരിക്കും കൂടുതൽ. മാത്രമല്ല തേനും പൂമ്പൊടിയും കൂടുതലായിരിക്കും. അപ്പോൾ വേലക്കാരീച്ചകൾ, വർക്കർ ബീസിൻ്റെ മുട്ടകൾ കുറവായിരിക്കും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഈക്വലായിട്ട് അടകൾ ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുക. 2 കൂട്ടിലും ഒരേപോലെ മുട്ടയായാലും പൂമ്പൊടിയായാലും തേനായാലും വേലക്കാരീച്ചകൾ, ഡ്രോൺസ് ആയാലും ഒരേപോലെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ റാണിയെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിത് കാലിക്കൂട്ടിലേക്ക് വെക്കുകയാണ്. ആദ്യത്തെ ഫ്രെയിം വെച്ചു. നമ്മൾ പിരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, 2 കൂടുകളിലും ഒരേപോലെ മുട്ട, പുഴു, സമാധിയുള്ള അടകൾ വേണം.
അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഡ്രോൺസിൻ്റെ സെല്ലായാലും വേലക്കാരി ഈച്ചകളുടെ സെല്ലായാലും മുട്ടകളായാലും രണ്ട് കൂട്ടിലും ഒരേപോലുള്ള അടകൾ വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ എടുത്ത അടമ റാണി ഉണ്ട്. അപ്പോൾ റാണി എപ്പോഴും പുതിയതായി കെട്ടിയ ഇതേപോലുള്ള ഫ്രെയിമുകളിലായിരിക്കും റാണി ഉണ്ടാവുക. അപ്പോൾ ഞാൻ നേരിട്ട് കാലിപ്പട്ടിക്ക് വെക്കുകയാണ്. ഇതാണ് മാതൃ കോളനി ഉണ്ടായിരുന്നത്. അപ്പോൾ റാണി ഇല്ലാത്ത 3 ഫ്രെയിമാണ് ഇപ്പോൾ ഇതിലുള്ളത്. 1, 2, 3. റാണിയോട് കൂടി 3 ഫ്രെയിം എന്ത് ചെയ്തു, നമ്മൾ വേറൊരു പുതിയൊരു കൂട്ടിലേക്ക് മാറ്റി. അപ്പോൾ ഈ കൂട്ടിൽ റാണിയോട് കൂടി 3 ഫ്രെയിമിലുള്ള ഈച്ചകളുണ്ട്. അപ്പോൾ എന്നിട്ട് ഈ കോളനിയാണ്, റാണിയുള്ള ഈ കോളനിയാണ് നമ്മൾ 1 കിലോമീറ്ററോ 2 കിലോമീറ്ററോ അകലെ മാറ്റി വെക്കേണ്ടത്. അപ്പോൾ ഈ കോളനി നമ്മൾ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഈ കോളനിയാണ് നമുക്ക് കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇല ഉപയോഗിച്ച് ഇതിൻ്റെ എൻട്രൻസ് അടയ്ക്കണം. ഒരു ഇല ഉപയോഗിച്ച് എൻട്രൻസ് അടയ്ക്കുക. കൂടിൻ്റെ എൻട്രൻസ് ഭാഗം അടച്ചു. അപ്പോൾ ഇനി വേറെ എവിടെയും ഹോളില്ല. അപ്പോൾ ഇനി ഈച്ചകൾ എന്തായാലും പുറത്തേക്ക് കടക്കില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കയറുപയോഗിച്ച് ഭദ്രമായിട്ട് കെട്ടിയിട്ടേ കൊണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ സേഫായിട്ട് കയറുകൊണ്ട് 2 സൈഡിൽ നിന്നും കെട്ടണം. ഈ സൈഡിൽ നിന്നും അതേപോലെ കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇത് സേഫായി, ഈ കോളനി ഇപ്പോൾ സേഫായി. ഇതാണ് മാറ്റി വെക്കേണ്ടത് നമുക്ക്. റാണി ഇല്ലാത്ത ഈ കോളനിയിൽ പുതിയതായിട്ട് റാണി വിരിഞ്ഞ് അവർ റാണി സെല്ല് ഉണ്ടാക്കും. അപ്പോൾ റാണി സെല്ല് ഉണ്ടാക്കി റാണി വിരിഞ്ഞ് റാണി മുട്ടയിട്ട് തുടങ്ങും. എന്നിട്ട് കൂട് പഴയ പോലെ തന്നെ സ്ട്രെങ്ത് ആയിട്ട് വരും. സുഹൃത്തുക്കളെ, അപ്പോൾ ഈ കോളനിയിൽ ഇപ്പോൾ റാണിയില്ല. അപ്പോൾ റാണി ഇല്ലാത്ത ഈ കോളനിയുടെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.